മുസ്ലിമും വന്ന് ശൈത്താനായി പിന്നെ സുൽത്താനായി വരുമോർ താനേ. കേട്ടാനേ രാജ കേട്ടാനേ മനക്കോട്ട നീയുയർത്താനേ. മുസ്ലിമും വന്ന് ശൈത്താനായി പിന്നെ സുൽത്താനായി വരുമോർ താനേ. ചൊന്നാനേ അവർ ചൊന്നാനേ മനം മുന്നിൽ വന്ന് തുറന്നാനേ. നിന്നാനേ കഥവിന്താനേ സുഖമില്ലാനേ അരുളിന്നാനേ. കേട്ടാനേ രാജ കേട്ടാനേ മനക്കോട്ട ഉയർത്താനേ. മുസ്ലിമും വന്ന് ശൈത്താനായി പിന്നെ സുൽത്താനായി വരുമോർ താനേ. മുസ്ലിം റളിയല്ലാഹു അൻഹു വന്ന വിവരം യസീദിനെ പോയിട്ട് അറിയിച്ചിട്ട് ഇവർ പറഞ്ഞു, യസീദേ ഭരണമൊക്കെ തകിടം അറിയാൻ പോവാ, നിങ്ങളുടെ കസേരന്റെ കാലൊക്കെ ലൂസാകുക, ഇനി രാജാവായിട്ട് അധികകാലം ഇരിക്കും എന്നുള്ള വിചാരമൊന്നും വേണ്ട. യസീദ് പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ ഭരണത്തിനെതിരെ ആഭ്യന്തര വിപ്ലവത്തിന് മുസ്ലിമിൻ നുഹൈര് വന്നിട്ട് കൂഫയിലെ ജനങ്ങളെ സജ്ജീകരിച്ചു കൂട്ടിയിട്ടുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹുസൈൻ ബിൻ അലി കൂഫയിലെത്തും. ഞങ്ങൾ ആ ഗവർണറോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അയാൾ അവരെ പിടിച്ചു കെട്ടാൻ തയ്യാറല്ല. അയാളും അവരുടെ പക്ഷത്താണെന്ന് ഇപ്പം നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് മുസ്ലിമിനെ കൊല്ലാനോ പിടിച്ചു കെട്ടാനോ കഴിവും തൻ്റെയുള്ള ഒരാളെ നിങ്ങൾ അങ്ങേക്ക് അയച്ചില്ലെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാന്ന്. ഉടനെ യസീദ് മന്ത്രിസഭ വിളിച്ചു കൂട്ടി. മന്ത്രിസഭ വിളിച്ചു കൂട്ടിയപ്പോൾ നിലവിലുള്ള മന്ത്രിമാരൊക്കെ ഹാജരായി. കുറേ ആളുണ്ട്. അപ്പോൾ യസീദ് ചോദിച്ചു, അല്ല മന്ത്രിമാരായിട്ട് കുറച്ച് കാലമായല്ല? അതെ. ഇങ്ങനെ തന്നെ മരിക്കോളം കുത്തിയിരിക്കാൻ ആശയില്ലേ? പിന്നെ ഇല്ലാണ്ട് എന്നാ നടക്കൂല എന്ന് പറഞ്ഞു. എന്തേ? എടോ, നമ്മളെ ഭരണം തകർക്കാൻ വേണ്ടി മുസ്ലിമിൻ നുഹൈലിന്റെ നേതൃത്വത്തിൽ ഹുസൈൻ ഇപ്പം അങ്ങോട്ട് വരും. കൂഫയിൽ ഒരു ആഭ്യന്തര കലഹം തുടങ്ങാൻ പോവാ. ആഭ്യന്തര കലഹം തുടങ്ങിയാൽ പിന്നെ അറേബ്യ പിടിച്ചു നിൽക്കൂല, നമ്മളൊക്കെ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടും. അതുകൊണ്ട് അവിടുത്തെ ഗവർണരോട് മുസ്ലിമിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മൂപ്പര് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ആരാ ധൈര്യമുള്ള ഒരാളുള്ളത് പറ. കൂഫയിൽ പോയിട്ട് മുസ്ലിമിനെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലുക, അല്ലെങ്കിൽ പിടിച്ചടക്കുക. ആരാ ധൈര്യമുള്ള ആളെന്ന് വെച്ചു. ഒരൊറ്റ ഒരുത്തിനും മുണ്ടിയില്ല. എല്ലാവർക്കും അറിയാം കൂഫയിൽ പോയാൽ ശരിക്കും മര്യാദക്ക് വരൂല. തലയും താത്ത് കുത്തിയിരുന്നു. ആരും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യസീദ് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ലേ? അപ്പോഴാണ് കൂട്ടത്തിലൊരു മനുഷ്യനും കഴിഞ്ഞത്, കുറച്ച് വയസ്സായ ഒരാളാണ്. സർഹുറൂമി എന്നാണ് ഇയാളുടെ പേര്. സർഹുറൂമി. ഈ സർഹുറൂമി എന്ന് പറയുന്ന മനുഷ്യനങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കി. അപ്പം തന്നെ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ. ഹംക്ക് കാക്ക എണീച്ചിട്ടുണ്ട്. ഇയാൾ നമ്മളെ പേരായിരിക്കും പറയുക. അയാൾ അങ്ങ് തൊണ്ടനായി, അണ്ടിക്കളവൻ. അയാൾക്ക് ബോഡിയും വരില്ല. സർഹുറൂമി പറഞ്ഞു, രാജാവേ, നമ്മളെ ഈ കൂട്ടത്തിൽ അങ്ങേക്ക് പോകാൻ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ മെല്ലെ എണീച്ച്. ഇരിക്കുന്ന കൂട്ടത്തിൽ പോകാൻ പാടില്ലാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവരും എണീച്ച്, ഇരിക്കുന്ന ആരുമില്ല. അപ്പോൾ സർഹുറൂമി പറഞ്ഞാൽ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഓരോരുത്തരും ഇരിക്കാൻ തുടങ്ങി. അപ്പൊ സർഹുറൂമി പറഞ്ഞു, എല്ലാവരും ഇരുന്നപ്പോൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പിന്നെന്താ ഇവർ ചെയ്യാ? ഒരുത്തൻ കിടന്ന് കസാലിൻ്റെ അടിയിൽ മലന്നിട്ട് ആ കൂട്ടത്തിലൊന്നും ഞാൻ പണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് സർഹുറൂമി വീണ്ടും പറഞ്ഞ്, നമ്മൾ ഈ കൂട്ടത്തിൽ ആരും അതിന് പറ്റിയ ആളില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, അൽഹംദുലില്ലാ, സത്യം പറഞ്ഞു. പക്ഷെ ഒരാളുണ്ട്, അതാ കുടുങ്ങി. പിന്നെയും ഒരാളുണ്ട്. അതാര്? യസീദ് പറഞ്ഞു, അതാര്? അതീ സദസ്സിലല്ല. അയാൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. ആരാത്? നിങ്ങളുടെ പിതാവ് ഭരിക്കുന്ന കാലത്ത്, മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ഭരണത്തിനെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞാൽ ഒരാളെ പറഞ്ഞു വിടും അങ്ങോട്ട്. അയാൾ ആ പ്രശ്നം ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരാളുണ്ട് ഈ രാജ്യത്ത്. അതാരാ? ബസറ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്. ഈ പേരങ്ങട്ട് കേട്ടപ്പോൾ യസീദ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, സർഹുറൂമി, നീ പറഞ്ഞ സത്യ. ബസറ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ അല്ലാണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ നമുക്ക് എങ്ങോട്ടേക്കാം? കൂഫയിലേക്ക് അയക്കാം. ബസറ ഗവർണർ സ്ഥാനത്തുള്ള ഉബൈദിനെ കൂഫ ഗവർണറുടെ പദവി കൊടുത്തിട്ട് അങ്ങോട്ട് തൽക്കാലം നിയോഗിക്കാം. ഇപ്പോൾ ഇടക്കാലത്ത് ഇന്നലെ ആണ് നമ്മളെ കേരളത്തിൽ ഗവർണർ ഉണ്ടായത്. അതുവരെ MOH ഫാറൂഖ് മരിച്ചുകൊണ്ട് കർണാടക ഗവർണറിനാണ് കേരളത്തിൻ്റെ പദവി. രണ്ട് സ്ഥാനം ഒന്നിച്ച് വയ്ക്കുക. ഇന്നലെ നിഖിൽ കുമാർ അധികാരത്തിൽ ഏറിയതുകൊണ്ട് കർണാടക ഗവർണറുടെ സ്ഥാനം പോയി. അപ്പോൾ ഈ രണ്ട് പ്രദേശത്തിൻ്റെ ഗവർണറിയാക്കി നമുക്ക് എന്താക്കുക? ഇയാളെ നിശ്ചയിക്കാം. ആരാ? ഈ മനുഷ്യനാ. ഒരു കത്തെഴുതി വിട്ടു ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്. പൊട്ടിയ ദുഷ്ടനാണ് ഉബൈദ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഹംക. ജനങ്ങൾ മുഴുവൻ ഉബൈദിനെ കണ്ടാൽ പേടിക്കല. എന്തോ ഒരു സാധനവൻ. ഓനാണ് കത്ത് കിട്ടുന്നത്. എന്താ കത്ത്?
കത്ത് ബസറ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുത്തു. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് യസീദിന്റെ കത്തങ്ങട്ട് പൊട്ടിച്ച് വായിച്ചിട്ട് ഒരേ ഭരിക്കും നോമാനിൻ കോട്ട പീഡിക്കാനായി വന്നല്ലോ, മുസ്ലിമോ ഖൈലും വന്നല്ലോ. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് നിങ്ങൾ പോയി വരണല്ലോ, അവിടെ പോയി വരണല്ലോ. കൂഫ ഭരിക്കും നോമാനിൻ കോട്ട പീഡിക്കാനായി വന്നല്ലോ, മുസ്ലിമോ ഖൈലും വന്നല്ലോ. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് നിങ്ങൾ പോയി വരണല്ലോ, അവിടെ പോയി വരണല്ലോ. മുസ്ലിമെ തന്നെ പിടിക്ക, പിന്നെ വേണ്ടാതെ പോലെ ചെയ്തേക്ക. മുസ്ലിമെ തന്നെ പിടിക്ക, പിന്നെ വേണ്ടതുപോലെ ചെയ്തേക്ക്. പാപിയായി നിന്നോരെ എല്ലാം വധിച്ചിട്ട് പാദശരിയാക്കു നീസിയാരേ, പാദശരിയാക്കു നീസിയാരേ. കൂഫ ഭരിക്കും നോമാനിൻ കോട്ട പീഡിക്കാനായി വന്നല്ലോ, മുസ്ലിമോ ഖൈലും വന്നല്ലോ. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് നിങ്ങൾ പോയി വരണല്ലോ, അവിടെ പോയി വരണല്ലോ. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന് കത്ത് കിട്ടി. കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് ഉബൈദ് ചിരിച്ചോണ്ട് പറഞ്ഞു, ആ കുറെ കാലായി ഒരു മനുഷ്യനെ കൊന്നിട്ട് സുഖോ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊരു സുഖ, കുറെ കാലായി ഒരാളെ കൊന്നിട്ട്. ആ ബസറ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പിറ്റേന്ന് രാവിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി, ബസറക്കാരെ വിളിച്ചുകൂട്ടി തന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്ത്. ജനങ്ങളെ മുഴുവൻ വന്ന് ഒരൊറ്റ കുട്ടി ഒഴിവാവൂല, നടക്കാൻ കഴിയാത്ത ഉപ്പാപ്പനെ സഞ്ചിയിലിട്ടിട്ട് ഒരാൾ കൊണ്ടുവരും. കാരണം ഉബൈദാ വിളിക്കുന്നത്, വന്നില്ലെങ്കിൽ പിന്നെ ഉപ്പാപ്പ ദുനിയാവിലുണ്ടാവില്ല. ഉബൈദിന്റെ കൊട്ടാര മുറ്റത്ത് സകല ജനങ്ങളും വന്ന് നിന്നു. അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന്റെ സംഘാടകര് ഒരു ബക്കറ്റ് അയക്കുന്നുണ്ട്. അത് വെറുതെ അയക്കുന്നതെന്ന് നിങ്ങൾ കണക്കൂട്ടിയേക്കല്ല. ബക്കറ്റ് എടുത്ത് ബക്കറ്റ് ആളൊന്നും ഇല്ലേ, വേഗം പോയിട്ട്. പിന്നെ ഒരു കവറും കൊടുക്കുന്നുണ്ട്. കവർ ആർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം ഉണ്ട്. അല്ലാ പോയാലോ ഒരു കവറും ഉണ്ട്, ബക്കറ്റും വരുന്നുണ്ട്. സഹോദരിമാരെ നിങ്ങൾ ആ കവർ സ്വീകരിച്ചിട്ട് നാളെ ഇൻഷാ അല്ലാ ആദരണീയനായ മുഖ്താർ തങ്ങൾ വരുന്ന വേദിയായത്. അതുകൊണ്ട് മാത്രമല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദൊക്കെ പറഞ്ഞു തീർക്കേണ്ട വേദിയും കൂടിയാണ്. ഒരു മഹാ അനുഗ്രഹമുള്ള വേദിയായി മാറ്റുമാറാകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള വേദികളിലേക്ക് നിങ്ങൾ വരുമ്പോൾ തങ്ങളെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സഹോദരന്മാരെ നിങ്ങളെ കവറിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവന ഇട്ട് നിറച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കണം. കവർ കീറിയാലൊന്നും തിരക്കേടില്ല. പൈസ കുത്തി നിറക്കുമ്പോൾ കവർ കീറിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഹലാലായ മുറാദുകളൊക്കെ എഴുതിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. ഹലാലായ മുറാദ് എഴുതാൻ പറ്റുമോ? വേറെ ഒന്നും മുറാദൊന്നും എഴുതിയേക്കല്ല. പണ്ട് വടകരയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പെണ്ണ് പിറ്റേന്ന് കത്തെഴുതി ഇതിൻ്റെ മേലെ എഴുതി വെച്ച് ഉസ്താദ് എന്നെ മംഗലം കഴിക്കണമെന്ന്. ഓളെ ഹലാലായ മുറാദാ, നമുക്കത് ബലാലായ മുറാദാ. അത് നടക്കൂല, പിന്നെ തിരിച്ച് നാട്ടിൽ പോക്കുണ്ടാവില്ല. അതുകൊണ്ട് ഈ കവർ കിട്ടിയാൽ നിങ്ങളെ മുറാദുകൾ എഴുതിയിട്ട് കൊടുത്തയച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കത് വായിച്ചിട്ട് നാളെ ദുആ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റുമായിട്ട് സഹകരിക്കുക, അതുപോലെ കവറുമായിട്ട് സഹകരിക്കുക. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാൻ സമയമില്ല, എനിക്ക് കഥ പറഞ്ഞ് തീർക്കാനുണ്ട് കുറച്ചും കൂടി. എന്നിട്ട് നമുക്ക് വേഗം പിരിഞ്ഞു പോവാം. ഈ കഥക്ക് വേറെ പ്രത്യേകത പറഞ്ഞാൽ തമാശ പറയാൻ ഒരു ചാൻസ് ഇല്ലാത്തൊരു കഥയായിപ്പോൾ അങ്ങനത്തെ കഥയാണ്. ഇന്ന് പറഞ്ഞത് കൂടി നാളെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത രംഗമാണ് കർബലയിൽ. അത് പറഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ ഓർമ്മത്തും പോയി പോകും. ഒരു രംഗങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട, അങ്ങനെ കുത്തിയിരിക്കും. ഓരോരുത്തർ ഇരുത്തം കാണുമ്പോൾ എനിക്കെന്നെ സങ്കടം തോന്നും. കർബലയിൽ പങ്കെടുത്ത ആളെക്കാട്ടി വലിയ ടെൻഷനില്ല കുറേ ആൾ ഇരിക്കുന്നത്. അപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിൽ താമസിക്കുന്ന വാർത്ത അറിഞ്ഞിട്ട് ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൊട്ടാരത്തിന് മുറ്റത്ത് ആളെ വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞ്, ഞാൻ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഈ നാട്ടിലുണ്ടാവില്ല. മനുഷ്യന്മാർ മനസ്സുകൊണ്ട് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ലക്ഷണം കെട്ട ഹംകെ നീ പോയി കിട്ടി അമ്മ രക്ഷപ്പെട്ട്. ഓരോരുത്തർ മനസ്സുകൊണ്ട് തോന്നുന്നു നീ ആ പോയ വയ്ക്കുന്ന മരിച്ചു പോട്ട്. കാരണം ഇവൻ ഈ നാട്ടിലുണ്ടായി ഇടങ്ങാറ് അങ്ങനത്തെ ഒരു സാധനം ഇത്. എന്നിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അവൻ്റെ ക്രൂരത നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കൂ. അപ്പം നിങ്ങൾക്ക് തിരിയൂ ആരാണ് ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്, അവൻ എങ്ങനെയാ ലാസ്റ്റ് കൊല്ലപ്പെടുന്നത്, അതിനേക്കാൾ ഭീകര. അവസാനം എന്നിട്ട് ഉബൈദ് ജനങ്ങളോട് പറഞ്ഞു, പക്ഷെ ഞാൻ പോണത് കുറെ ദൂരേക്കൊന്നല്ല കേട്ടോ, ഞാൻ കുഫയിലേക്കാ. കുഫയിൽ നിൽക്കുമ്പോഴും ഞാൻ ഇങ്ങോട്ട് നോക്കും. ആ പിരാന്തം പറയാണ്,
തൽക്കാലം ഞാൻ എൻ്റെ അനുജനെയാണ് ഗവർണറാക്കുന്നത്. തൽക്കാലം അവനെ നിങ്ങൾ അംഗീകരിക്കണം. അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ കൂടുതൽ ദൂരേക്കൊന്നല്ല പോണത്. തിരിച്ചു വന്നാൽ അംഗീകരിക്കാത്തവന്റെ കുടുംബത്തിലെ ചെറിയ മക്കളെ അടക്കം ഞാൻ കഴുത്തറുത്ത് കൊന്നുകളയും. അംഗീകരിക്കൂലേ? നാട്ടുകാർ പറഞ്ഞു പിന്നെ പഠിച്ചോ ഇന്നലെ അംഗീകരിച്ചില്ലേ, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ശരിയല്ല, നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. ഇത് ഉബൈദില്ലാഹ് പ്രസിയാദ് ഒരു കറുത്ത കോട്ടെടുത്തങ്ങ് ധരിച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ പർദ്ദ അതെടുത്തങ്ങ് ധരിച്ചിട്ട് തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് അതിവേഗം പുറപ്പെട്ടു കൂഫയിലേക്ക്. കൂഫക്കാരെ കഥ എന്താ? മുസ്ലിം റളിയല്ലാഹുവിന് കത്തെഴുതി വിട്ടിട്ടുണ്ട് മക്കത്തേക്ക്. ആ കത്ത് കിട്ടിയിട്ട് ഉസൈർ റളിയല്ലാഹുവിന് കൂഫയിലേക്ക് വരും. ആ ഒരു പ്രതീക്ഷയോടെയാണ് കൂഫക്കാരുള്ളത്. അവരിങ്ങനെ ആവേശത്തോടെ എല്ലാ ദിവസവും അവർ രാവിലെ മുതൽ ടൗണിൽ ഇറങ്ങുന്നതാണ്. കൂഫ പട്ടണത്തിൽ ഇറങ്ങിയിട്ട് കാത്തിരിക്കും ഉസൈർ റളിയല്ലാഹുവിന്റെ വരവിനെ പ്രതീക്ഷയോടെ. അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം കൂഫയിൽ ഒരു വാർത്ത പരക്കുന്നത്. ഉസൈർ റളിയല്ലാഹു വരുന്നുവെന്ന വാർത്ത. ഒറ്റക്കാണ് വരുന്നത്. ഒരു കുതിരപ്പുറത്ത് കറുത്ത കോട്ടിട്ട് കൊണ്ട് ഉസൈർ റളിയല്ലാഹു വരുന്നുണ്ട്. ആ വാർത്ത കേട്ടപ്പോ വീടിന്റെ അകത്തിരിക്കുന്ന കുട്ടികൾ പോലും കൂഫ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഉസൈർ റളിയല്ലാഹുവിനെ സ്വാഗതം ഓതാൻ തുടങ്ങി. അവർ ഒന്നിച്ച് വിളിച്ചു, അസ്സലാമു അലൈക യാ ഹുസൈൻ. പക്ഷേ وجب الشكر علينا ما دعا لله طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله അവര് വരവേൽക്കുകയാ, പാട്ടുപാടി വരവേൽക്കുക. കുതിരപ്പുറത്ത് അതിബിയെ കുറിച്ച് ചെറുപ്പക്കാർ വരുന്നുണ്ട്. അത് ഉസൈർ റളിയല്ലാഹു അൻഹു ഇവരെ ഉറപ്പിച്ചു. ചില ആൾ പറഞ്ഞു, ദേ ഹുസൈനെ, അസ്സലാമു അലൈക യാ ഹുസൈൻ. ഒരു മറുപടിയില്ല. കുറെ ആള് പറഞ്ഞു, അത് ഹുസൈൻ അല്ലടോ. അതേടോ ഹുസൈൻ തന്നെയാ. ഇവര് പരസ്പരം ചർച്ച നടത്തുക. പക്ഷേ കൂഫക്കാർ ആവേശത്തോടെ വരവേൽപ്പ് ഗാനം പാടുമ്പോ അവർക്ക് ഇടയിലൂടെ അതിവേഗം ആ കുതിര പോയി നൊമാൻ ഇബ്നു ബഷീറിന്റെ കൊട്ടാരത്തിലേക്ക്. അപ്പൊ വന്നത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദാണ്. കൂഫക്കാർ തെറ്റിദ്ധരിച്ചു ഉസൈർ റളിയല്ലാഹു അൻഹു ആണ്. നൊമാൻ ഇബ്നു ബഷീറിന്റെ വീട്ടിലെത്തുന്ന മൂപ്പരെ കഥ എന്താ അറിയോ? ഈ കൂഫക്കാർ ഒന്നളം അടങ്ക് ഇറങ്ങിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കുന്ന കണ്ടപ്പോ ഇയാൾ കൊട്ടാരത്തിന്റെ വാതിലടച്ച് ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ വിവരം എങ്ങാനും യസീദ് അറിഞ്ഞാൽ എന്റെ ഭരണം പോട്ട്, ഇല്ലെങ്കിൽ തർക്കമില്ല, തല ഉണ്ടാവില്ല, തലയിലാണ് പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കുക എന്ന് കണക്കൂട്ടിയിട്ട് മൂപ്പരെന്താക്കി കൊട്ടാരത്തിന്റെ വാതിലടച്ചു. വാതിലടച്ച് തിരിയുമ്പോഴേക്കാണ് ഡോറിന് ഒരു തട്ട്. തട്ടിയപ്പോ നൊമാൻ തിരിഞ്ഞിങ്ങനെ നോക്കാണ്. ഡോറിന് തട്ടുമ്പോ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു വിളി, എടാ ബഷീറേ തുറക്കണ വാതിൽ. ഇയാള് ഞെട്ടിപ്പോയി. യാരടത് അണ്ണാച്ചി, യാരത്? ഈ കൂഫ ഗവർണറായ എടാന്ന് വിളിക്കാൻ യാരടത്? ഇനി വിളിക്കട്ടെ, തുറന്നിട്ട് അവന്റെ പണി ഒരുക്കണം. അടുത്ത വിളിയും വന്ന് തുറക്കണ വാതിൽ. പിന്നെയും വിളിക്കുന്ന, ഇനി വിളിക്കട്ടെ. പണ്ട് എന്റെ മദർസന്റെ മുമ്പിൽ രണ്ട് പിള്ളേർ തല്ലി വെച്ചു, വലിയ വലിയക്കാറ്. അടി കഴിഞ്ഞപ്പോ ഒരുത്തനോ മറ്റവനോട് പറഞ്ഞു, നിന്റെ ഉപ്പ. അവൻ പറഞ്ഞു, എന്നെ വിളിക്കടാ. എന്നെ വിളിച്ചെങ്കിൽ കാണിച്ചു തരാം. നിന്റെ ഉപ്പ. എന്നെ വിളിക്കടാ. ഇവൻ തല്ലുന്നില്ലേ, ഇവൻ പേടിയുണ്ട് തല്ലാൻ. നിന്റെ ഉപ്പാൻ്റെ ഉപ്പ. അയാളെ പറഞ്ഞു. അയാൾ ഞാൻ വലിയ ഇത് കോണ്ടാക്ട് ഒന്നുമില്ല. നീ എൻ്റെ ഉപ്പാനെ വിളിക്കടാ. നിന്റെ ഉപ്പ. ഇവനിങ്ങനെ വിളിക്കുന്നു, മറ്റോ വിളിപ്പിക്കുന്നു. കുറേ വിളിച്ചാൽ ഇവൻ പറഞ്ഞ്, നീ നേരമ്പോൾ കോളം വിളിച്ചോ, എൻ്റെ ഉപ്പാനെ നീ നിന്റെ ഉപ്പാന്ന് വിളിച്ചോന്ന്. തല്ലാനൊന്നും പറ്റാണ്. കാരണം ഇവൻ തച്ചോനെ ഇത് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇവൻ നല്ല ധൈര്യത്തിൽ വിളിക്കുന്നുണ്ട്. അതുപോലെ പുറത്തുനിന്ന് വിളിക്കാൻ തുറക്കട വാതിൽ. ഏഞ്ഞ് വിളിച്ചാൽ ഞാൻ തുറക്കും, ഓനെ വെട്ടും, കൊല്ലും എന്നൊക്കെ തീരുമാനിച്ചിട്ട് വാതിലിന്റെ അടുത്തേക്ക് പോയ നൊമാൻ ഇബ്നു ബഷീർ ഞെട്ടിപ്പോയി. ഓട്ടോമാറ്റിക് തുറന്നു പോയി. കാരണം മൂന്നാമതൊരു വിളിയങ്ങട്ട് വിളിച്ചു. അതോടെ കൂഫ ഞെട്ടി. പ്രശാന്ത സുന്ദര കൂഫ നഗരം ഞെട്ടി വിറച്ചല്ലോ. പ്രബുദ്ധരാ നൊമാനിൻ ഹൃത്തിൽ ഭയം നിറഞ്ഞല്ലോ, ഭയം നിറഞ്ഞല്ലോ. ചോര തെറിച്ചൊരു കഥകൾ ഉറങ്ങും കഥനവിൽ കഥയല്ലോ. കേൾക്കൂ സൂദർ കൂഫ നഗരം ചുവപ്പടിഞ്ഞല്ലോ, ചുവപ്പടിഞ്ഞല്ലോ.
പണിഞ്ഞല്ലോ പ്രശാന്ത സുന്ദര കൂഫ നഗരം ഞെട്ടിവിറച്ചല്ലോ പ്രബുദ്ധര നുഅ്മാനിൻ ഹൃത്തിൽ ഭയം നിറഞ്ഞല്ലോ ഭയം നിറഞ്ഞല്ലോ ചോര തെറിച്ചൊരു കഥകൾ ഉറങ്ങും കഥനമിൽ കഥയല്ലോ കേൾക്കൂ സോദര കൂഫ നഗരം ചുവപ്പണിഞ്ഞല്ലോ ചുവപ്പണിഞ്ഞല്ലോ കൂഫ നഗരം ചുവപ്പണിയാൻ പോവാ. ആ വിളിയോടെ നൗമാൻ ഇബ്നു ബഷീർ വാതിൽ തുറന്ന് നോക്കുമ്പോ ഒരു സാധനം അങ്ങനെ നിൽക്കുന്നു, കറുത്ത കോട്ടിട്ടിട്ട്. നൗമാൻ ഇബ്നു ബഷീർ ചോദിച്ചു, നീ ആരടാ, നീ എന്താടാ എന്നെ വിളിച്ചത്? പൊട്ടിച്ചിരിച്ചോണ്ട് ഈ കറുത്ത മുഖംമൂടി അങ്ങ് മാറ്റിയപ്പോ നൗമാൻ ബഷീർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഉബൈദ് ഉബൈദ്, ആ ഞാൻ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. നീ എന്തിനിങ്ങോട്ട് വന്നു? ആരെ കൊല്ലാനാ വന്നേ? ഉബൈദ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അത് ശരി, അപ്പൊ ഞാൻ വന്ന ഒരാളെ കൊല്ലൂന്ന് എനിക്കറിയാം. ഞാൻ അസ്രായേലിന്റെ ആളാ, കൊല്ലാണ്ട് പോവില്ല. എന്തേ ബഷീറെ, ഞാനും നീയുമൊക്കെ യസീദിന്റെ അധികാരത്തിൽപ്പെട്ട ആളാ. അവൻ തരുന്ന ശമ്പളം കൊണ്ടാ കുടുംബം പോറ്റുന്നേ. എന്നിട്ട് ആ യസീദിന്റെ ഭരണത്തിനെതിരെ ഈ നാട് മുഴുവൻ ഇടകി മറിയുമ്പോ അതിന് നായകത്വം വഹിക്കുന്ന നെടുനായകത്വം വഹിക്കുന്നവനെ പിടിച്ചിട്ട് ജയിലിലടക്കാണ്ട് നീ എന്റെ വീട്ടിന്റെ വാതിലടച്ച് പീരുമായിട്ട് ഉള്ളിൽ കഴിഞ്ഞു കൊടുക്കുന്നത് നിനക്ക് നാണമില്ലേ? നൗമാൻ ഇബ്നു ബഷീർ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണത്? നാടിന്റെ ഗവർണറാ ഞാൻ, സത്യം. പക്ഷേ ജയിലിൽ അടക്കണമെങ്കിലും വേണ്ടി ഒരു ന്യായവശങ്ങളൊക്കെ. മുസ്ലിം നുഹയിൽ നാട്ടിൽ വന്നത് ശരിയാണ്, ജനങ്ങൾ ഹുസൈനെ വരവേൽക്കാൻ പോകുന്നത് ശരിയാണ്. അതെങ്ങനെയാണ് നമ്മുടെ ഭരണത്തിന് എതിരാവുക? നൗമാൻ ഇബ്നു ബഷീറിനോട് യസീദിന്റെ പിണയാളായി ഇവൻ പറഞ്ഞു, നിന്നോട് വാക്ക് തർക്കത്തിന് ഞാനില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്ത്? മുസ്ലിമേ വധിക്കണം, യസീദെ രക്ഷിക്കണം. ഞാൻ അതിനു വേണ്ടി വന്നതാ. മുസ്ലിമേ വധിക്കണം, യസീദെ രക്ഷിക്കണം. രാജ്യത്ത് സുഖ സന്തോഷത്തിൽ വാഴണം, കാരാഗ്രഹത്തിൽ പിന്നെ കുരുള്ളോരെ തട്ടേണം, കാവലായി കിങ്കരന്മാരെയും നിർത്തേണം. ഓടി ഓടി കൽബിലങ്കരന്മാരെയും നിർത്തേണം. യസീദിനെ രക്ഷിക്കണം, മുസ്ലിമിനെ കൊല്ലണം, രാജ്യത്തെ സുഖവും സന്തോഷവും കളിയാടണം. ഇതെന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നാളെ രാവിലെ നിന്റെ ഈ വീട്ടിന്റെ മുന്നിൽ, കൊട്ടാരത്തിന്റെ മുന്നിൽ കൂഫക്കാരെ വിളിച്ചു വരുത്തണം. എനിക്ക് അവരോട് ചിലത് പറയാനുണ്ട്. പിറ്റേന്ന് കൂഫക്കാരെ വിളിച്ചു വരുത്തി രാജകൊട്ടാരത്തിന്റെ മുന്നിൽ. ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ആ കോലായിൽ രണ്ടാള്, ഒന്ന് നൗമാൻ ഇബ്നു ബഷീർ, മറ്റൊന്ന് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. പക്ഷേ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ കൂഫയിലെ ചെറുപ്പക്കാർക്കൊന്നും പരിചയമില്ല, വയസ്സുള്ള കുറേയാൾക്ക് പരിചയമുണ്ട്. രണ്ടുപേരും വന്നു നിന്നു. നൗമാൻ ബഷീർ ഇവിടെ നിൽക്കുന്നു, ഉബൈദ് ഇവിടെ നിൽക്കുന്നു. ഉബൈദ് ജനങ്ങളോട് പറയാൻ തുടങ്ങി, അസ്സലാമു അലൈക്കും. ജനങ്ങളൊക്കെ സലാം അടക്കി. ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന കാര്യം പറയാനാണ്. അത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, മനുഷ്യ, ഞങ്ങളോട് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ഗവർണറായ നൗമാൻ ഇബ്നു ബഷീറാണ്. നിങ്ങൾ ആര്? നിങ്ങൾ മാറി നിൽക്ക് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറഞ്ഞപ്പോ ഉബൈദ് പ്രസംഗം നടത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ നോക്കിയോ. അപ്പൊ ഈ നൗമാൻ ഇബ്നു ബഷീർ കുറച്ച് ബേക്കോട്ട് നടന്നിട്ട് നൗമാൻ ഇബ്നു ബഷീർ കുറച്ച് ബേക്കിൽ നിന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പോയി, മിണ്ടരുത്, ഈ സാധനം കൊല്ലും, ഓനാണ് അറവുകാരൻ കാക്ക, ഇവനാണ് അറവൻ വീരാനിക്ക. പക്ഷെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ചെറുപ്പക്കാരൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മോനിങ്ങോട്ട് വാന്നു, നീങ്ങ് വാ. ആ ചെറുപ്പക്കാരൻ നടന്നു വന്നു. അവൻ വരുമ്പം തന്നെ ചില വയസ്സുള്ളവർ സദസ്സെന്ന് വിളിച്ചു പറയുന്നുണ്ട്, വേണ്ട ഉബൈദേ, വേണ്ട ഉബൈദേ, വേണ്ട ഉബൈദേ, വേണ്ട. അവൻ ആണത്തത്തോടെ നടന്നു വന്നു, ഇവിടെ നിന്നു. ഉബൈദ് പറഞ്ഞു, പ്രതികരണ ശേഷിയുള്ള ചെറുപ്പക്കാർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. മോൻ അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നു, നീ അങ്ങോട്ട് തിരിഞ്ഞേക്ക്, നിന്റെ മുഖം ഒന്ന് എല്ലാവരും കാണട്ടെ. അവനെ പിടിച്ച് അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് ഇവന്റെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുമല്ലോ, ഒരു വിടുക പിടിക്കുക, ഇങ്ങനെ പിടിച്ചോണ്ട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു. ഇവൻ താഴേക്കാണ് ഉബൈദ് തെണ്ടിന്റെ മേലെയുള്ളത്. ഇങ്ങനെ പിടിച്ചോ. ഉബൈദ് പറഞ്ഞു, നോക്ക് ജനങ്ങളെ, ആണത്തം എന്നത് ഇവനുണ്ട്, നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഇവൻ പ്രതികരിച്ചു. പക്ഷെ നിങ്ങളിൽ പലർക്കും എന്നെ അറിയില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ അറിയണ്ടേ? ഞാൻ ആരാണെന്ന് അറിയണ്ടേ? അറിയണമെങ്കിൽ അറിഞ്ഞോളൂ. മുട്ടിയൊരു പിടുത്തം പിടിച്ച് വാൾ വലിച്ചു
എന്നിട്ട് ഇടത്തെ കാലുകൊണ്ട് ചെക്കന്റെ ഉടലൊരൊറ്റ ചവിട്ടി തെറിപ്പിച്ചിട്ട് ചോരവരുടെ തല കൂഫ പട്ടണത്തിലെ ദാറുൽ ഇമാറത്തിന്റെ പോലെ ഉയർത്തിപ്പിടിച്ചിട്ട് ഉബൈദുല്ലാഹ് ബിൻ സിയാദ് പ്രഖ്യാപിച്ചു, ഞാൻ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ബസറയുടെ ഗവർണർ, ഞാൻ വന്നത് യസീദിനെ രക്ഷിക്കാനാണ്. യസീദിന്റെ ഭരണത്തിനെതിരെ ആഭ്യന്തര കലഹത്തിന് വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഇവിടെ വന്ന മുസ്ലിമിനെ ആരുടെ വീട്ടിലാ രക്ഷ കൊടുത്തത്? ആരുടെ പുറയിലാ മുസ്ലിം ഉള്ളത്? ഇന്ന് ഈ സെക്കൻഡിൽ പുറയിൽ പുറത്താക്കണം. കൂഫയിൽ ഒരു പുറയിലും മുസ്ലിമിന് രക്ഷ ഉണ്ടാവരുത്. അങ്ങനെ രക്ഷ കൊടുത്താൽ ഇതാണ് അവന്റെ ഗതി, ഇതുപോലെ ഞാൻ ചെയ്തു കളയുമെന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന്റെ തല അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ചോര പുരണ്ട വാൾ ഉറയിലേക്ക് തിരിച്ചിട്ടിട്ട് ഇത് തിരിഞ്ഞങ്ങ് നടക്കുമ്പോ കൂഫ ഞെട്ടി. ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു ഉള്ളത്. ഹാനി റളിയല്ലാഹു അൻഹു പ്രസംഗം കേട്ട് തിരിച്ച് പുരയിലേക്ക് പോയി. രാത്രിയായി, ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നപ്പോ ഹാനി റളിയല്ലാഹു അൻഹു എല്ലാവരും ഭക്ഷണം തിന്നോണ്ടിരിക്കുക. 2 മക്കളുണ്ട്, മുഹമ്മദുണ്ട്, ഇബ്രാഹിമുണ്ട്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഉണ്ട്. മൂപ്പരടുത്ത് ശരീക്കവനാവേണ്ട ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠൻ ഇച്ച ഇവരെല്ലാം ഇരിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനോട് ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്ക്, നമ്മളെ മറ്റൊരു വന്നിട്ടുണ്ട്, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവ്. ആര്? ഉബൈദ്. എന്നിട്ടോ നിങ്ങൾക്ക് രക്ഷ കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ത് എന്ന് ഉദാഹരണ സഹിതം കാണിച്ചു തന്നു. സയൻസ് ക്ലബ്ബ് കയറിയ പോലെ ഉദാഹരണ സഹിതം ഇങ്ങനെ ഉണ്ടാവൂ. ഒരു ചെറുപ്പക്കാരൻ്റെ തല വെട്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷ കൊടുക്കുന്ന, താമസിക്കാൻ സൗകര്യം കൊടുക്കുന്ന വീട്ടുകാർക്ക് ഇത് അവസ്ഥ. ഭാര്യ ഭക്ഷണം പ്ലേറ്റിലേക്ക് വെച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാനിക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഈ രാത്രി ഞാനും എൻ്റെ മക്കളും മാറിത്തരാം. പിടിച്ചാടിയെത്തിയിട്ട് മൂപ്പര് പറഞ്ഞു, എനിക്കെന്ത് പേടി, നിങ്ങൾക്ക് വേണ്ടി അവൻ എൻ്റെ തല വെട്ടിയാൽ എനിക്ക് ധൈര്യത്തോടെ പോകാലോ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നബി കുടുംബത്തിന് വേണ്ടി ഷഹീദായാൽ പിന്നെ എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൂടെ? അതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം ഒരു അക്ഷരം മിണ്ടാണ്ടിരിക്കാണ് മറ്റേ ആള്. ആര്? ശരീക്കുവിനാവുക. ഇവരെ ചർച്ച കഴിഞ്ഞപ്പോൾ ശരീക്ക് പറഞ്ഞു, നോക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. എന്ത്? ഈ ഉബൈദ് വല്ലാത്തൊരു സാധനം. ഇവനെ കൊന്നാൽ നമുക്ക് ആരെയും പേടിക്കണ്ട. അപ്പൊ അങ്ങനെ കൊല്ലണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ചതി. എങ്ങനെ? നാളെ രാവിലെ എനിക്ക് പനിക്കുന്നു എന്നിട്ട് ഞാൻ കിടക്കും, ഒറ്റ കിടത്താം, പുറത്താ കിടക്കുക, പൊതച്ച് കിടക്കൂ. വിവരം അറിയിക്കുക ആ പഹയനെ, ഇങ്ങനെ അയാൾക്ക് പനിക്കുന്നുണ്ട്. സുഖമില്ലാത്ത ആളെ കാണാൻ പറ്റത്ത സുന്നത്താ. ഓൻ കാണാൻ വരും. കാണാൻ വന്ന് ഞാനും ഓനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ എന്നിലേക്കാണെന്ന് തോന്നിയാൽ ഞാൻ അകത്തേക്ക് നോക്കിയിട്ട് വിളിക്കും, കുറച്ച് വെള്ളത്തിന് ഞാൻ വിളിച്ചാൽ നിങ്ങൾ രണ്ടാളും ബാക്കിലൂട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒറ്റ വെട്ട് പെട്ടണ ഹംകിൻ്റെ തല മുറിഞ്ഞങ്ങ് വീഴണോ. പിന്നെ ഒരു മഹലൂക്കിന് ദുനിയാവ് പൊടിക്കാനുണ്ടാകും. സംഭവം ഉറപ്പിച്ച് ഇയാൾക്ക് പനിക്കാൻ തീരുമാനിച്ച്. പനി ഉണ്ടാക്കാമല്ലോ നമുക്ക്. പനി ഉണ്ടാക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ മദർസയിൽ സ്കൂളിൽ പോകാൻ മടിയുള്ള പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം പനി എങ്ങനെയാണ് വരിക. ഞാനൊക്കെ പണ്ട് ഓർഫനേജ് പഠിക്കുന്ന കാലത്ത് നാട്ടിൽ പോകാൻ ഉണ്ടാക്കിയ ചില തട്ടിപ്പ്